ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല. അവരെ ഇറക്കി വിടുവോ ചേട്ടാ? നിങ്ങൾ പറ. അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടിൽ ഫ്രീ ആയിട്ട് നടക്കാൻ നിങ്ങൾ ഒരു ചെറിയ ഹായ് ഹലോ. അപ്പൊ ഇന്ന് എല്ലാവരും ഫുൾ നമ്മുടെ ഈ ദിയയുടെ നമ്മളിപ്പോൾ കണ്ട പ്രശ്നങ്ങളൊക്കെ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ടാവും, നമുക്കും ബോധ്യമായിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അവര് അവിടെ കിടന്ന് ന്യായീകരിക്കുക അല്ലേ? ഏകദേശം ന്യായീകരണങ്ങൾ നിന്നുണ്ടാവും അല്ലേ? നിന്നിട്ടുണ്ടാവും. എന്തായാലും ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ ഒരു കുട്ടിയുടെ ഈ ഒരു പ്രായത്തിനിടയ്ക്ക് ദിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇത്രയും ഒരു ബിസിനസ് ഇത്രയും ലെവലിൽ എത്തിച്ചു. അതിന്റെ പുറകിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അത് അങ്ങനെ ഒരു ബിസിനസ് ഉണ്ടാക്കി കൊണ്ടുവരിക, അത് നന്നാക്കി നടത്തുക എന്നൊക്കെ ഉള്ളതൊരു കുറച്ച് കഷ്ടപ്പാടാ അല്ലേ? എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് അവരുടെ വീട്ടിലെ എല്ലാ പെൺകുട്ടികളാണെങ്കിലും ഏൺ ചെയ്യുന്ന കുട്ടികളാണ്. അവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഏൺ ചെയ്യുന്ന കുട്ടികളാണ്. ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കുന്ന മക്കളാണ്. അപ്പൊ ഈ ദിയ എങ്ങനെ ഒരു കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബിസിനസ്സിന് ഒരു ഇനിയിപ്പോ 69 10 8 എത്ര രൂപ പോയാലും ഒരു രൂപ പോയാലും അത് കളവ് തന്നെയാണ് അല്ലേ? ശരിക്കും ഒരു വിശ്വാസവഞ്ചനയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ശരിക്കും വിശ്വാസവഞ്ചന. ആ കുട്ടി അത്രയും കാലം അത് നന്നായി നോക്കിക്കൊണ്ട് നടന്നിട്ട് പ്രഗ്നന്റ് ആയപ്പോ ഒന്ന് മാറിപ്പോയി പ്രഗ്നന്റ് ആയാലുള്ള ഒരു ആദ്യത്തെ 3 months അവസ്ഥയൊക്കെ എല്ലാ പ്രസവിച്ച സ്ത്രീകൾക്കും അറിയും. അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയം. അപ്പൊ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റിയതൊന്നും വരില്ല. അപ്പൊ ഈ കുട്ടികളെ വിശ്വസിച്ചു പോയി. എന്നാ ദിയേന ആ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ ആളും ഉണ്ടായില്ലേ തോന്നുന്നു. അശ്വിനായിട്ട് എന്തോ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പോ അതുകൊണ്ടായിരിക്കും അശ്വിന് ശ്രദ്ധിക്കാൻ പറ്റാണ്ടിരുന്നത്. പ്രോപ്പർ ആയിട്ട് ദിയ നോക്കിയ പോലെ ആരോ നോക്കിയതുമില്ല. അതുകൊണ്ട് കേട്ടോ ഒരു ചെറിയ പ്രശ്നം. പക്ഷെ അത് കരുതിയിട്ട് വിശ്വസിച്ചു പോയതല്ലേ. നമ്മൾ വിശ്വസിക്കില്ലേ? ചില ആൾക്കാരെ നമ്മൾ വിശ്വസിക്കില്ലേ? പിന്നെ ഇങ്ങനെയൊക്കെ തട്ടിപ്പ് കാണിക്കുന്നു വിചാരിക്കും. പരസ്പര വിശ്വാസം ഇല്ലാതെ ഈ ലോകത്ത് ഒരു സംഗതി മുന്നോട്ട് പോവില്ല. ബിസിനസ് ഡെഫിനറ്റ്ലി. കാരണം എംപ്ലോയീസിനെ ഓണർ ട്രസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവുക അല്ലേ? ആ ഒരു രീതിയിൽ. പക്ഷെ എന്നാലും QR കോഡ് ഞാൻ അതല്ല ആലോചിക്കണേ. ഇത്രയും നമ്മൾ കാണുന്നവർക്ക് തന്നെ പ്രത്യേകിച്ച് തെളിവ് ഒന്നും കാണാത്ത നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ഇവർക്ക് എന്ത് ധൈര്യത്തിലാണ് ഈ 3 പെൺകുട്ടികള് വേറെ കേസ് കൊടുത്തത് ഇവർക്കെതിരെ? ഞാൻ ഈ ഒരു ജസ്റ്റ് ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്തു. അതായത് പിന്നെ ഈ പത്രസമ്മേളനം എന്നല്ല പറയാം, എന്താ പറയാ, മാധ്യമങ്ങളെ മുന്നിൽ വന്നിട്ട് ഒരു എന്താ പറയുക ഒരു പാർട്ടി ഷോ നടത്തിയ 3 സ്പെഷ്യലി ആ കണ്ണട വെച്ച നടുക്ക് ബോഡി ലാംഗ്വേജ് അത്. പക്ഷെ എല്ലാരും കമന്റിൽ പറയുന്നുണ്ട്, കണ്ടാൽ തന്നെ അറിയാം അവര് ശരിക്കും പഠിച്ച കള്ളികൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അല്ലേ? ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യട്ടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. പോലീസ് എഴുതിയിരിക്കും. ആ വണ്ടി വരുമ്പോൾ നീയും ഭാര്യ എല്ലാം കൂടെ വന്നേച്ചാൽ മതി. ഞാൻ പറഞ്ഞ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ നിനക്ക് എന്തൊക്കെ എഴുതി തരണം എന്ന് നിനക്ക് എഴുതി തരും. നീ ഒന്ന് വന്നേച്ചാൽ മതി കേട്ടോ. നിന്നെ തെറ്റ് ചെയ്യുന്ന ഇങ്ങോട്ട് എടുക്കണ്ട. നീ എന്റെ മോളെ ഇപ്പൊ വിളിച്ചിട്ട് നീ അനാവശ്യം പറഞ്ഞില്ലേ? നീ എന്തോ വരുത്തി നോക്കണം. പിന്നെ നീ എന്താ പറഞ്ഞത്? ഒരു സെക്കൻഡ് നിങ്ങളുടെ നീ റെക്കോർഡ് ചെയ്തോ? മൊത്തം റെക്കോർഡ് ചെയ്യും. അതിനെനിക്ക് പുല്ലാണ്. നീ എന്തൊക്കെ വിളിച്ചു പറഞ്ഞ് നിനക്ക് പേപ്പർ കിട്ടുക. ഏത് ചാനലാണ് വന്നതിനെ പറ്റി? ഇവളി തലാട്ടർ എന്തിനാ മനസ്സിലായില്ല. ഇത്രയൊക്കെ കള്ളത്തരം ചെയ്തവരോട് ഇങ്ങനെ സംസാരിക്കലോ? എനിക്ക് തോന്നുന്നത് മാന്യമായിട്ടാ സംസാരിക്കുന്നത്. ഇത് മാത്രം ഇത്രയൊക്കെ കള്ളത്തരം ഇവര് ഈ പത്രസമ്മേളനത്തിന് വരുന്നതിന് മുന്നെയാണ് ഇന്ന് അഹാനന്റെ ചാനലിലൊരു വീഡിയോ പുറത്തു ദിയല്ല അഹാന വിട്ടൊരു വീഡിയോ ഇല്ലേ ഞാൻ കാണിച്ചതില്ല. അതായത് എല്ലാവരും കൂടി അഹാന ഇരുന്ന് ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ. അഹാന വിട്ടിട്ടുള്ള ആ വീഡിയോയില് അത്രയും വളരെ ക്ലിയർ ആയിട്ട് കൺഫസ് ചെയ്ത് എന്താ പറയാ പച്ച പാവായിട്ട് എല്ലാം ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന 3 പേര് അതിൽ നടുക്കിരിക്കുന്ന അവളാണ് ഇപ്പൊ നെക്സ്റ്റ് ഡേ വന്നിട്ട് ഈ തലയാട്ടലൊക്കെ കാണിക്കാണ്ടുണ്ടെങ്കിൽ ഇവരെന്താ വിചാരിച്ചിട്ടുണ്ടാവാന്നറിയോ? എനിക്ക് തോന്നാട്ടോ. കാരണം ഇവര് വീട്ടിലെ ഈ പെൺകുട്ടികൾ കാണിക്കുന്ന ചെറിയ കാര്യങ്ങളും എല്ലാം സോഷ്യൽ മീഡിയ എടുത്തിട്ട് പൊക്കിക്കൊണ്ടിരുന്നുണ്ട്. പണ്ടത്തെ കുറെ കേസുകൾ ഇപ്പൊ ദിയയുടെ ആണെങ്കിലും ഇഷാനിയുടെ ആണെങ്കിലും. അപ്പൊ എല്ലാവരും ഇവർ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇവർക്കെതിരെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആൾക്കാർക്ക്. അപ്പൊ നന്നായി എല്ലാ യൂട്യൂബേഴ്സിനും കേട്ടോ ആൾക്കാർക്ക് എന്ന് പറയാം, എല്ലാ യൂട്യൂബേഴ്സിനും ഒക്കെ. അപ്പൊ ഇവര് വിചാരിച്ചു എന്തെങ്കിലും ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും കൂടി അവരുടെ നേരെ പോകുന്ന വിചാരിച്ചത്. സോഷ്യൽ മീഡിയയിൽ നാറ്റിക്കാലോ. പക്ഷെ അങ്ങനെയല്ല. മലയാളീസ് എന്ന് പറഞ്ഞാൽ എല്ലാം മനസ്സിലാക്കിയിട്ട് ന്യായം എന്താ നോക്കിയിട്ടേ സംസാരിക്കൂ. പക്ഷെ ഇന്നും കുറച്ച് യൂട്യൂബേഴ്സ് ഇന്നും ദിയക്കെതിരെ വീഡിയോസ് ചെയ്തിട്ടുണ്ടോ? പക്ഷെ അതൊക്കെ അങ്ങനെ ചെയ്തു, കുറച്ച് പേര് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു ബോധവും ഇല്ലാത്തവരാണ് ചെയ്തത്. ഞാൻ തംബ്നെയിലുകൾ കണ്ടു, സ്റ്റാർട്ടിങ്ങും കണ്ടു. ടാക്സ് വെട്ടിപ്പ് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാം. ഞാനിപ്പോ സ്ക്രീനിൽ ഒരു സാധനം കാണിച്ചില്ല. ഇത് ഞാൻ കാണിച്ചെന്നില്ലേ?
ഈ പെണ്ണിന്റെ ടീഷർട്ടിൽ എഴുതി നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു? സ്റ്റോപ്പ് മേക്കിംഗ് ഡ്രാമ, യു ആർ നോട്ട് ഷേക്സ്പിയർ എന്ന് പറഞ്ഞിട്ടുള്ള ടീഷർട്ട് ഇട്ടിട്ടാണ് ഇവള് അവതരിച്ചിരിക്കുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ. അതായത് നാടകം നിർത്തുക, നീ ഷേക്സ്പിയർ അല്ല. അവള് ഒരു എന്താ പറയാ, നിയോഗം എന്താ പറയാ, നാടകം കളിക്കണത് അല്ല, ശരിക്കും ടീഷർട്ടിൽ എഴുതിയ സംഭവം എന്ന് ആലോചിച്ച് നോക്കൂ. ഇതും വെച്ച് വന്നിട്ടാണ് ഇവള് ഈ ഡ്രാമ കളിക്കുന്നത്. അപ്പൊ വളരെ സിമ്പിളായിട്ട് ലോകത്തിന് മുന്നിൽ അവള് വന്നിട്ട് ഈ പൊറാട്ട നാടകം, ഈ നാടകം നടത്തിയ സമയത്ത് അവൾ ടീഷർട്ടിൽ എഴുതിയ സ്റ്റോപ്പ് മേക്കിംഗ് ഡ്രാമ, യു ആർ നോട്ട് ഷേക്സ്പിയർ. ഇത് ശരിക്കും കഷ്ടം തോന്നിയ കാര്യം എന്താന്ന് അറിയോ? ഇന്നൊരു ദിവസം മുഴുവനും ഒരു നിറഗർഭിണി എന്ന് പറയാല്ലേ, മെയ് 27-ാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് പിടിക്കപ്പെട്ട സംശയം. അല്ല, ഇന്നത്തെ ഒരു ദിവസം ആലോചിച്ച് നോക്കൂ. ഒരു പ്രഗ്നന്റ് ആയ ഒരു പെൺകുട്ടി ഇങ്ങനെ ഇതിൽ ക്യാമറയോട് സംസാരിക്കാനും ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കുക, എല്ലാവരോടും സംസാരിക്കാനും ഇങ്ങനെ ഇരിക്കുക. കുട്ടി ഭയങ്കര കഷ്ടമാണ് ശരിക്കും. എനിക്ക് ഭയങ്കര സഹതാപം തോന്നിപ്പോയി. കാരണം അവനവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, എന്നിട്ട് വെറുതെ കുറ്റം ആരോപിതരായി. ആ തെറ്റില്ല എന്നുള്ളതിന്റെ കോൺഫിഡൻസ് അതിന്റെ മൊത്തം ഉണ്ടായിരുന്നു. ദിയയുടെ സംസാരം ക്ലിയർ ആയിരുന്നു. അതെ അതെ, ഇവര് സ്ഥാപിച്ചുകൊണ്ട് വരുന്നത് കൃഷ്ണകുമാറും കുടുംബവും ചിലപ്പോൾ ചിലപ്പോൾ പുറത്തുനിന്നൊക്കെ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടിയിരിക്കാം. അല്ലാതെ ഈ 3 എണ്ണത്തിനെ കൊണ്ട് മാത്രം ഈ ഒരു സംഭവം, ഈ ഒരു ഐഡിയ മെനയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആദ്യം ഇതൊക്കെ സമ്മതിച്ച് അവിടുന്ന് പോയിട്ടുള്ളവർ, ഞാനൊരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ വെക്കാറ് തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ പോയിട്ടുള്ളവർ നെക്സ്റ്റ് ഡേ ഇതുപോലെ മാധ്യമങ്ങളുടെ മുന്നത്ത് ഇത്രയും കോൺഫിഡൻസ് സംസാരിക്കണമെങ്കിൽ കൃഷ്ണകുമാറും കുടുംബവും, പ്രത്യേകിച്ച് ദിയാകൃഷ്ണ ഇതുപോലെ ടാക്സ് വെട്ടിച്ചു എന്നുള്ളത്. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ, ഇതിന് വേറൊരു സംഭവം കൂടി ഉണ്ട്. കുറച്ച് ദിവസം മുന്നേ ഈ ഓബയോസിലെ ദിയാകൃഷ്ണയുടെ കോൺട്രവേഴ്സി നടന്ന സമയത്ത് യൂട്യൂബർ ഒരാൾ എടുത്ത് ചെയ്ത സമയത്ത് ഈ ദിയയുടെ ടോട്ടൽ ബിസിനസ് നടത്തുന്നതിനെ കുറിച്ചൊക്കെ ഒരു കണക്ക് പറഞ്ഞിരുന്നല്ലോ. അതായത് ഇത്ര ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ട സമയത്ത് ആവറേജ് ഒരു ഇതിൻ്റെ സെയിൽ ഇത്ര വരും, അപ്പോൾ അത്ര സെയിലും എത്ര സെയിൽ വരും, ഇത്രത്തോളം ടാക്സ് വരെ അടച്ചിട്ടുണ്ടായിരിക്കും എന്ന് സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചുവട് പിടിച്ചിട്ടായിരിക്കണം ഒരു പക്ഷേ ഇതൊക്കെ കാണുന്ന സമയത്ത് എന്നാൽ മെല്ലെ ഈ ഒരു സംഭവം അതിലേക്ക് അങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ സുഖമാണല്ലോ. ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സിന്ധു കൃഷ്ണ, അവരുടെ അമ്മയുടെ ചാനലിലൂടെ അവർ പുറത്തു വിട്ടുള്ള ഒരു വീഡിയോ ആണ്. പോയി നോക്കിയാൽ കാണാം. ഏകദേശം ഒരു 5 ലക്ഷം പേര് ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂർ കൊണ്ട് 5 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് പോർഷൻ മാത്രം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുന്നു കേട്ടോ. അതായത് ആ വീഡിയോ കണ്ടാൽ അറിയാം അഹാന എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത്. നമുക്ക് 3 പെണ്ണുങ്ങൾ ഒരു ഭാഗത്ത് കുറ്റാരോപിതരായിട്ടിരിക്കുന്നു അല്ലേ, മറുവശത്തിരിക്കുന്ന 3 സ്ത്രീകൾ പറഞ്ഞാൽ ഒന്ന് അവരെ അമ്മയും 2 മക്കളുമാണ് അല്ലേ. ദിയാകൃഷ്ണയ്ക്ക് ഒരു പ്രശ്നം വന്ന സമയത്ത് വളരെ ആക്റ്റീവായിട്ട് ഇടപെട്ടിട്ട് അഹാന സംസാരിക്കുന്നതിന് എന്താണ് ആ സംസാരം നമുക്ക് മനസ്സിലായി. കൺഫ്യൂസ് ചെയ്യിക്കാൻ അവരെ കൊണ്ടേ എടുത്തോ, അത്ര എടുത്തോ എന്ന് ചോദിക്കുന്നത് എനിക്ക് പിന്നെയും കുറച്ചൊക്കെ ഓവർ എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന അശ്വിനാണ് തോന്നി. അശ്വിന്റെ സംസാരത്തിന് കുറച്ച് എക്സൈറ്റ്മെന്റ് കൂടുതലായിട്ട് തോന്നി. പക്ഷെ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് ഇരുന്നിട്ടാണ് അഹാന സംസാരിക്കുന്നത്. ദിയ പിന്നെന്താ വെച്ചാൽ ആ ഒരു ബോസ് എന്നുള്ള കണ്ടീഷനിലാണ്. പക്ഷെ അഹാന അവിടെ ആഹാനയുടെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് പോലീസ് വന്നാൽ വരുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സംസാരം വാസ് ലൈക്ക് കമന്റ് ബോക്സും കാണുന്നുണ്ട്. പക്ഷെ ഇത്രയൊക്കെ ആ ഇരുന്നിട്ടുള്ള ആ ഒരു സീറ്റിൽ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു സീന് കാണിച്ചു തരാം. അപ്പം നിങ്ങളിപ്പോൾ ഈ ഒരു സീന് കാണുന്നുണ്ടല്ലോ, നോക്കിക്കോളൂ. നമുക്ക് ആഗ്രഹമില്ല, എനിക്ക് ഒരിടത്ത് പോകണമെന്നില്ല, കാരണം നമുക്ക് അതിനുള്ള സമയമില്ല, സാവകാശമില്ല. പക്ഷെ ചെയ്തേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല. കാരണം ഇതവള് തമാശ വേണ്ട. ഇവള് ഈ നടുക്കിരിക്കുന്നവള് ഈ ഇരുന്നിട്ടാണ് നെക്സ്റ്റ് ഇപ്പോൾ വന്നിട്ട് പത്രങ്ങളെ മുന്നിൽ വന്ന് മാധ്യമങ്ങളെ മുന്നിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളതിന് അർത്ഥം അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടിയില്ലേ. ഇനി ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് പോർഷനിൽ ഇവരൊരു ക്ലാരിഫിക്കേഷൻ കേട്ടോ. ഇത് കേട്ടോ, leaving our office saying that media and concerned officials can get their bank details കിട്ടാൻ കണ്ടോ. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നറിയോ? ദിസ് വിഷ്വൽ വാസ് ടേക്കൺ ടു ഷോ ദാറ്റ് ദേ ലെഫ്റ്റ് അവർ ഓഫീസ് പെർഫെക്റ്റ്ലി. അവരുടെ ഓഫീസ് വളരെ ക്ലിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് പിന്നെ ഇറങ്ങിപ്പോയി എന്ന് കാണിക്കാനാണ് വിഷ്വൽസ് എടുത്തിരിക്കുന്നത്. അവരെ തട്ടിക്കൊണ്ടുവന്നതല്ല, അറസ്റ്റിൽ വെച്ചിട്ടില്ല. 2 ആൾക്കാർ ഹു ക്ലെയിം ടു ബി ദെയർ ഹസ്ബൻഡ്, അവർ ഹസ്ബൻഡാണെന്ന് പറഞ്ഞ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. ദേ ദംസെൽസ് കെയിം ടു ഗീവ് കോമ്പൻസേഷൻ ആൻഡ് ബെഗസ് നോട്ട് ടു കംപ്ലൈൻറ്റ് ടു ദ പോലീസ്. അവർ പറയുന്നുണ്ട് ഞങ്ങൾ ക്ഷമിക്കണം, ഞങ്ങൾ പോലീസിന് കംപ്ലൈൻറ്റ് കൊടുക്കരുതെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഇവർ ഒരു
എഴുതിയിട്ടുണ്ട്. വി ഹാവ് ഹാഡ് ദീസ് ഫുട്ടേജസ് ഫ്രം 30 മെയ് മുതൽ നമ്മുടെ അടുത്ത് ഈ ഫുട്ടേജസ് ഉണ്ട്. നമുക്ക് ഇവരെ ഇതിലേക്ക് കൊണ്ടുവരാനോ ഇവരെ പുറത്ത് ഇവരെ മുഖം കാണിച്ച് ഡീഫെയിം ചെയ്യാനോ യാതൊരുവിധ ഇൻറ്റൻഷൻസ് ഉണ്ടായിരുന്നില്ല. അവർ ഇത്ര വലിയ ബിഗ് ക്രൈം ചെയ്തെങ്കിലും ഇൻറ്റൻഷൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ നമുക്ക് ഒരു ചോയ്സും തന്നില്ല. എല്ലാ പ്രൂഫിൻ്റെയും ക്രൈം അവർ ചെയ്ത എല്ലാ പ്രൂഫിൻ്റെയും ക്രൈം തന്നതിന് ശേഷം എല്ലാം ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അവർ ഫേക്ക് കേസ് ഇവർക്കെതിരെ കൊടുത്തു എന്നിട്ടുള്ള കിഡ്നാപ്പിംഗ് ഹസ്ബൻഡ് കൊടുത്തു എന്നിട്ടുള്ള സംഭവം ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സ്റ്റോറി ലൈൻ ആൻഡ് റിയാലിറ്റി. അവർ ശരിക്കും ഞങ്ങളെ കാണാൻ വന്നിട്ട് സെറ്റിൽ ചെയ്തിട്ട് ക്ഷമാപണം നടത്തി കാല് പിടിച്ച് ക്ഷമാപണം നടത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളതാണ് ഇപ്പൊ ലാസ്റ്റ് അല്ലേ? അതെ. എന്നിട്ട് ഇതൊന്നും നടക്കില്ല, ഇപ്പൊ ഇതേപോലെ തെളിവുകളൊക്കെ വന്നു എന്ന് കണ്ടപ്പോ പറയണു ജാതി. ആ കൂട്ടത്തിൽ ജാതിക്കൊരു മറുപടി ഉണ്ട് കേട്ടോ. ദിയ പറയണ ഒരു മറുപടി അത് ഭയങ്കര. ഈ മറ്റേ പെണ്ണിന്റെ ഒക്കെ ക്ലിപ്പ് എടുത്ത് വെച്ചത് പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ദിയയുടെ വാക്കുകൾ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. പക്ഷെ എന്നാലും ജസ്റ്റ് ഹൗ ബോൾഡ് ഷീ ഈസ് അല്ലേ, എത്ര കേപ്പബിൾ ആണെന്നുള്ളത്. ശരിയാണ്, അവരുടെ കഴിഞ്ഞ ദിവസത്തെ പ്രശ്നം ആ ഒരു കസ്റ്റമർ കംപ്ലൈൻറ്റ് വന്ന സമയത്ത് വിച്ച് വാസ് ജെന്യുവൻ. ഐ തിങ്ക് ആ സമയത്ത് പ്രശ്നം തന്നെയായിരുന്നു. ആ സമയത്ത് നമ്മളൊക്കെ എടുത്തത് സോഷ്യൽ മീഡിയയിൽ റിയാക്ട് ചെയ്തതാണ്. പക്ഷെ അതൊക്കെ റിയാക്ട് ചെയ്യുന്ന സമയത്തും എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്തും അവർ ഒരു വ്യക്തി എടുത്ത എഫേർട്ടിനെ മാനിച്ചുകൊണ്ട് തന്നെയുള്ളൂ. ആ ഒരു ബിസിനസ് ഒരിക്കലും ഒരു ബിസിനസ് തകർക്കുക, അവർ ബിസിനസ്സിനെ ഡീഫെയിം ചെയ്യുന്ന പോലെ പല ആൾക്കാരും ഇവിടെ വീഡിയോസ് ചെയ്ത സമയത്തും ആ സമയത്ത് ഞാനത് പറഞ്ഞിട്ടില്ല, നമ്മൾ തമ്മിൽ സംസാരിച്ചില്ല വിധോ. ഞാൻ ഒരിക്കലും ബിസിനസ്സിനെ ഡീഫെയിം ചെയ്യാം. ഓക്കെ, ബിസിനസ് പ്രോസസ്സിൽ നിങ്ങൾ കസ്റ്റമേഴ്സിനോട് പെരുമാറിയിട്ടുള്ള കാര്യങ്ങൾ ശരിയായില്ല എന്ന് പറയുന്നല്ലാതെ ആ ഒരു ബിസിനസ് ആ എടുത്ത എഫേർട്ടിനെ ഡീഫെയിം ചെയ്യുന്ന പോലെ ഇവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരു ചെറിയ ഫോട്ടോയോ ഒരു വീഡിയോ പോലും അവർ നിങ്ങളുടെ ആരുടെയും മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഞാൻ അവരോട് പറയുന്നതിന്റെ തെളിവുണ്ടെന്നുള്ളത്. അപ്പോൾ അതൊറ്റ കാര്യം നിങ്ങൾ ചോദിച്ചാൽ മതി. ഒരു ചാറ്റോ വോയിസ് നോട്ടോ നിങ്ങൾക്ക് ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രം ചോദിച്ചാൽ മതി. അവർ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അങ്ങ് വിഴുങ്ങും. ഈ കോൺഫിഡൻസിന്റെ കാരണം ഇപ്പം ക്ലിയർ ആയില്ല ഇതോ അല്ലേ? ഇനി പൈസ മാറ്റി വെക്കണമെങ്കിൽ തന്നെ QR കോഡ് വഴിയല്ലേ അവരുടെ അക്കൗണ്ടിൽ എല്ലാം വരുന്നത്. അപ്പോൾ അത് ഓഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫോണിലൂടെ നമുക്ക് QR കോഡിൽ വരുന്ന പൈസ എടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത് ഇവർ ഈ പൊട്ടത്തിൽ എങ്ങനെ പറയണ്ടല്ലോ, ഇവര് ടാക്സ് പറ്റിക്കാൻ വേണ്ടി ഇവരോട് ചെയ്യാൻ പറയാണെന്ന്, പിന്നെ എന്തിനാ ഇവർ 8 ലക്ഷം കൊണ്ടേ കൊടുത്തത്? അല്ല, അതാണ് അത് വലിയൊരു ചോദ്യമാണ്. ഇവരെ ഫുള്ള് ആക്സെപ്റ്റ് ചെയ്തിട്ട് 8 ലക്ഷം രൂപ അവര് അവിടെ കൊണ്ടുപോയി കൊടുത്തു. അതും അവര് പറയുന്നു, അവരുടെ വോയിസിൽ തന്നെ ഉണ്ട്. അവര് പറയണ 8 ലക്ഷം കൊടുത്തു, ഇനി അടുത്ത് ബാക്കി ചെക്കായിട്ട് കൊടുക്കാനോ എന്തൊക്കെയോ കൃഷ്ണന്മാർ പറഞ്ഞു. അങ്ങനെയൊക്കെ പറയട്ടെ. എന്നിട്ട് അവര് പറയാം ടാക്സ് തട്ടിപ്പിന് വേണ്ടി. ഇതൊക്കെ ഒരു വിഡ്ഢിക്കള്ളത്തികൾ. വിഡ്ഢിക്കള്ളത്തികൾ പറഞ്ഞത് സംഗതി എന്താണെന്നറിയോ? സ്വാഭാവികമായിട്ടും ഒരുപാട് കാശ് തട്ടിച്ചിട്ടുണ്ട്. അതിന്റെ കണക്ക് ഇപ്പൊ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞുകൊണ്ട് വരികയാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഈ 69 lakhs ഉണ്ടായിക്കോളൊന്നും ഉണ്ടായില്ല, ചിലപ്പോ ഉണ്ടാകും. ഇനിയിപ്പോ അതല്ല 8 ആണെങ്കിലും 10 ആണെങ്കിലും കള്ളത്തികൾ ഭയങ്കര കള്ളത്തികൾ. അത് ശരിക്കും ഞാൻ പറയട്ടെ, ഈ ദിയനെ ഈ സിറ്റുവേഷനിൽ ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇത്രയും കഷ്ടപ്പെടുത്തിയതിന് ഏതറ്റം വരെ പോയാലും ഞാൻ പറയട്ടെ, ദിയ ഇതിനുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. കാരണം ഇത്രയ്ക്കൊന്നും പാടില്ല അല്ലേ? ഇത് വേറെ സംഭവം. ഞാനിതിൽ എന്താ പറയുന്നത് അറിയോ? ഈ ദിയേനെ പറ്റിച്ചാലാണ് ഏറ്റവും വലിയത്. എന്താ കാരണം അറിയോ? ഇത്ര അധികം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ് അല്ലേ? ഇത്ര അധികം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ ഇങ്ങനെ പറ്റിക്കാനുള്ള ധൈര്യം എവിടുന്ന് കിട്ടി കുട്ടി ഈ ധൈര്യം എന്ന് വെച്ചില്ലേ? ഇത് ചില അവരുടെ ആ ആഹാന ചോദിക്കുന്ന കാര്യത്തിൽ ഈ അമ്മ എണീറ്റ് പറയുന്നുണ്ട്, ഇവരെ വിടരുത്. ആ വീഡിയോ നിങ്ങൾ കണ്ടോല്ലോ, അമ്മ പറയുന്നുണ്ട് ഇവരെ വിടരുത്, വിട്ട് കഴിഞ്ഞാൽ ഇവർ ബിഗ് ക്രിമിനൽസ് തന്നെയാണ്. സീരിയസ്ലി സോഷ്യൽ മീഡിയയിൽ ഇത്ര വേറൊക്കെ പോട്ടെ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ആരായിട്ട് ഉണ്ടാക്കുന്ന ഒരു സമയത്ത് ആ വ്യക്തിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ചെറിയൊരു എഡ്ജ് അവിടെ കിട്ടും. കാരണം എന്താ വെച്ചാൽ പുറം ലോകത്തേക്ക് എത്തിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. പ്രത്യേകിച്ച് അവരുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ മലയാളികൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട് അവർക്ക്. അവരുടെയൊക്കെ എത്തിക്കുന്ന ഒരു വ്യക്തിനെ പറ്റിക്കാൻ കാണിച്ചിട്ടുള്ള, അതാ ഞാൻ പറഞ്ഞു, ചാൾസ് ശോഭരാജ് കഴിഞ്ഞിട്ടുള്ള അടുത്ത 3 ആയിരിക്കും ഇത്. ഇത്രയും വലിയ വിഡ്ഢി, മറ്റേ 5 സ്റ്റാർ വിഡ്ഢികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്താ കഥ? ഇതൊന്നും പോരാത്തന്നെ ഇത് മര്യാദയ്ക്ക് സെറ്റിൽ ചെയ്യുന്നതിന് പല ഒരു പക്ഷെ ചിലപ്പോൾ എന്താ അറിയോ, എന്നിട്ട് ഈ പെൺകുട്ടികൾ അവരുടെ മുഖവും കാണിച്ച് പീഡിയയുടെ മുമ്പിൽ വന്നിരുന്നു. 69 ലക്ഷം സംഗതിയൊന്നുമില്ല. 69 ലക്ഷം ഒന്നും ഉണ്ടായിരിക്കില്ല, അത് ഉണ്ടാവാൻ തോന്നുന്നില്ല എന്ന് വിചാരിക്കുക. 69 ലക്ഷം ഒരാളെ പറ്റിക്കാൻ പറ്റിച്ച ആ പറ്റിക്കപ്പെട്ടവന് എത്ര ഭൂലോക പൊട്ടണ
ഇത്രയും കെയർലെസ് ആയിട്ട് ബിസിനസ് നടത്തിയിട്ട് എനിക്ക് തോന്നുന്നില്ല 69 lakhs ബിലീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അപ്പം അതിൽ തന്നെ 69 lakhs ഉണ്ടായിരിക്കില്ല. അപ്പം 69 ലക്ഷം എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആരെങ്കിലും ഒരു ഇവർക്കൊരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഏതായാലും നിങ്ങളൊരു കാര്യം ചെയ്യും, ടാക്സിന്റെ വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കൗണ്ടർ കേസ് കൊടുക്കുക, നമുക്കത് കോംപ്രമൈസ് ആക്കാറുണ്ടാവും. ആ ഒരു സാധനത്തിലാണ് കോംപ്രമൈസ്. കാരണം വെച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ ബിസിനസ് ആകുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ പല ആൾക്കാരും ടാക്സ് വെട്ടിപ്പും കൊരടിങ്ങും നടത്തുന്നുണ്ട്, ഇവർ നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ ഏതായാലും ഇങ്ങനെ, കാരണം വെച്ചാൽ അവിടെ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് അതിനുള്ളത്തെ രഹസ്യങ്ങൾ അറിയുണ്ടാവുമല്ലോ. അപ്പം എന്താ ചെയ്യുക, എന്നാൽ 69 പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തിരിച്ചൊരു കേസാണ്ട് കൊടുക്കുക, അത് നമുക്ക് കോംപ്രമൈസ് ആക്കി എടുക്കാമെന്ന് ഏതെങ്കിലും വഴി. അതേപോലെ ഓസിനോട് ഈ പെൺകുട്ടികളോട് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടികൾ പറയാത്ര എനിക്ക് ഓസി എന്റെ ഇഷ്ടമല്ല, സ്വഭാവം ഇഷ്ടമല്ലാത്തോണ്ടാണ്. അത് സിന്ധു അവരുടെ അമ്മയുടെ അമ്മ പറഞ്ഞതാ, ഒരു ആൾക്ക് ചോദിച്ചപ്പോ പറഞ്ഞതാ, ഇങ്ങനെ പറഞ്ഞു ഇത്ര ഓസിന്റെ സ്വഭാവം ഇഷ്ടമല്ലാഞ്ഞിട്ടാണെന്ന്. ചിലപ്പോ അതായിരിക്കും. എന്തായാലും ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കാരണം ഒരു ആഹാന അല്ല മറ്റേ ദിയയുടെ ഫോൺ കോള് അല്ലേ ഇത് അടാറ് ഫോൺ കോളാണ്. ആ കുട്ടി ഏബിൾ ആണെന്ന് കാണിക്കുന്നത്. അതും പുറത്തു വിടുമ്പോൾ വിചാരം ഇനി അവൾ മോശം സംസാരിക്കുകയാണ് എന്നുള്ളതൊക്കെ ആക്കി ഇത്രയൊക്കെ പറയാതിരിക്കുവോ? കുട്ടികളെ പറ്റിച്ചാലും എങ്ങനെയും നമ്മൾ സംസാരിക്കും. കഷ്ടപ്പെട്ടുണ്ടാക്കണം ഓരോ പൈസ ഓരോ കഷ്ടപ്പെട്ടുണ്ടാക്കണം. അഭിപ്രായം കമന്റ് ചെയ്യട്ടോ. നമ്മളൊരു വ്യക്തി വളരെ ചുരുങ്ങിയത് ഒരു ചെറിയ രൂപ പറ്റിച്ചാൽ തന്നെ നമ്മൾ എത്രത്തോളം വിഷം പറ്റിച്ചാൽ കേട്ടോ, നഷ്ടപ്പെട്ടാൽ വിഷമാണ്. ആ സമയത്ത് നമ്മളെ പറ്റിച്ചിട്ട് ഒരുത്ത കൊണ്ടുപോകാൻ ഏതെങ്കിലും ഒരു പൈസ നമ്മളെ വീണ് പോയാലും സങ്കടമല്ലേ? അതെ, അത് ഇനി എത്ര കാശുള്ള ആളാണെന്നുണ്ടെങ്കിലും എത്ര കാശുള്ളവരാണെങ്കിലും നമ്മുടെ അഡ്വാൻസ് ആക്കുന്ന പൈസ പ്രൊവോക്ക് ചെയ്തു ഇഷ്ടപ്പെട്ടില്ല, ചെറിയൊരു ആ ഒരു കുറച്ച് ഭാഗം മാത്രം കേട്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സത്യം പറയാലോ, നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതാണ്. നിങ്ങളെ കാട്ടാറ സൈഡ് എനിക്കുണ്ട്, അത് കാണിപ്പിച്ചു. നിങ്ങളെ കാട്ടാറ സൈഡ് എനിക്കുണ്ട്, പക്ഷെ അത് കട്ടുമോട്ടിച്ചു അല്ല ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കട്ടുമോട്ടിച്ച് ഞാൻ ചെയ്യുന്നില്ല. എനിക്കൊന്നും കേൾക്കാൻ വയ്യ, സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു. അവൾക്കൊരു ഓസ്കാർ കൊടുക്ക്, ഓസ്കാറിലതൊക്കെ കുതിരപ്പവൻ കൊടുക്ക്. എനിക്കൊന്നും കേൾക്കാൻ വയ്യ, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാന്ന് പറയാന്ന്. എന്താ ഇവള് കിടന്നിട്ട് ഇവള് നെക്സ്റ്റ് ഡേ ഇതിന്റെ മുന്നേ വന്നിട്ട് ബബ്ബ അടിക്കണ്ട് ഇപ്പൊ വിധിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഈ ഒരു വീഡിയോ ഇവരെന്നെ പുറത്തു വിട്ടതാ, ഇത് ആര് പുറത്തു വിട്ടതാ? ഇവരെന്നെ പുറത്തു വിട്ടതല്ലേ? എന്താ കഥയാണെന്നുണ്ടെങ്കിലും സംഭവം വിറ്റായി, ഫേമസ് ആയി അല്ലേ? അടിച്ചുപൊളിയായിട്ട് ഫേമസ് ആയി. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ. ഇതോ ഒന്നുമില്ലല്ലോ. ഇവിടെ ഏകദേശം പകുതി കിടന്ന് ഉറങ്ങിയിരിക്കണം. ഇല്ല, ഉറങ്ങിയിട്ടില്ല കേട്ടോ, ശരിക്കും ചെയ്തിരുന്നു. ഊർക്കം വലിക്കുന്ന സൗണ്ട് കിട്ടും. ഉറങ്ങിയിട്ടില്ല. കുറച്ചേരം കൂടി ഈ വീഡിയോ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉറങ്ങി സൈഡിൽ ഒരാൾ മാത്രമായിട്ട് ഇത് കിട്ടുന്ന അപ്പുറത്തേക്ക് വീഴുന്ന അവസ്ഥ തന്നെയാണ്. അല്ല, അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സമയം ഞങ്ങൾ ഒരുപാട് ലേറ്റായി, 1 മണിയായി നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അല്ലേ? 1 മണിയായിട്ടോ ഇത് സാറില്ല, അത് തന്നെ അപ്ലോഡ് ചെയ്യാം. നമുക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചു, ഒരുപാട് പേർക്ക് മറുപടി കൊടുത്തിട്ടില്ല. ഇന്ന് കുറച്ച് തിരക്കായതുകൊണ്ട് കേട്ടോ മറുപടി കൊടുക്കാൻ. ഇരുന്ന് മറുപടി എല്ലാവർക്കും കൊടുക്കണം കേട്ടോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സോറി, ക്ഷമിക്കണം. അപ്പോൾ അതൊന്ന് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ? ഇല്ലെങ്കിൽ കുറച്ചും കൂടി നീളുകയാണെങ്കിൽ ഇവിടെ ഉറങ്ങി വീഴും. അതിന് സബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ വിരൽ വെച്ച് കുത്തി വിടേണ്ടി വരും. ഞാൻ കാലിന്റെ അടിയിൽ കൂടി ചവിട്ടാനൊക്കെ കുറെ എന്താ ശരി. അപ്പൊ 25 മിനിറ്റ് ഒക്കെ രാത്രി വീഡിയോ ചെയ്യേണ്ടി വന്നിരുന്ന എന്താ ഇത് എന്റെ കണ്ണും നോക്ക് ഉറങ്ങിക്കണം കേട്ടോ. ഇത് ഉറങ്ങിട്ടോ, ഇറങ്ങി പോട്ടെ. ഏതായാലും ദിയാ കൃഷ്ണന്റെ പരിപാടി ഇവിടെ തീർന്നു പോകുന്നുണ്ട് കേസ്. ഞാൻ അടുത്തൊരു ടോപ്പിക്കായിട്ട് വരാം. സത്യം പറഞ്ഞാൽ പേടിച്ചിരിക്കുന്നു, ഒന്നും വീണ്ടും രേണുസുതി ചെയ്യേണ്ടി വരുന്നു. ഇവിടെ രേണുസുതി ചെയ്തേ. അപ്പൊ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ടേക്ക് കെയർ അല്ലേ? ടേക്ക് കെയർ. ഗുഡ് നൈറ്റ് പറയുമല്ലോ. ഏകദേശം ഗുഡ് നൈറ്റിന് രാവിലെ കാണാം. അതെ, ഓക്കെ ബൈ, ടേക്ക് കെയർ, ബൈ.